കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ യുവതി വെട്ടേറ്റ് മരിച്ചു. കക്കാട് സ്വദേശി ഷിബിലയാണ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മയക്കുമരുന്ന് ലഹരിയിലായിരുന്നു യുവാവിന്റെ ആക്രമണം. ആക്രമണത്തിൽ പരിക്കേറ്റ ഭാര്യാമാതാവ് ഹസീന, അബ്ദുറഹ്മാൻ എന്നിവർ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, അതിനു മുമ്പ് ഇപ്പോൾ ഒരു പ്രതികരണം കൂടി പുറത്തുവരുന്നുണ്ട്, അതിലേക്ക്. ഡ്രസ്സ് തന്നെങ്കിലും വാങ്ങിത്തരണമെന്ന് താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്ത പരാതിൻ്റെ അകത്തുണ്ട്. ആ പരാതിൻ്റെ മുകളിൽ പോലീസ് ഒരു ചടങ്ങ് തീർക്കാൻ അവനെ വിളിച്ചു എന്നല്ലാതെ ഇതുവരെ അതിൻ്റെ മുകളിലൊരു നടപടിയായില്ല. അന്ന് 2-3 തവണ സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും ഒരു അപകടം മണക്കുന്നുണ്ട്, അവൻ വെല്ലുവിളിക്കുന്നുണ്ട്, ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ തെറി വിളിച്ച് കൊല്ലും എന്ന ഭീഷണി വരെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിക്കുകയും ലഹരിയായി ഉപയോഗമുണ്ട് എന്നൊക്കെ പോലീസിനെ അറിയിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉണ്ടായ പുതിയ വിഷയം ഉണ്ടായിട്ടുള്ളത്. ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, ഗുരുതരമായൊരു സംഭവം തന്നെയാണ് നടന്നത്. എന്നിരുന്നാൽ കൂടിയും ഇവിടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ ഒരു ആക്രമണം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ അക്രമ ഭീഷണിയുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ ആ ഒരു പരാതിയിൽ കൃത്യമായൊരു നടപടി പോലും ഉണ്ടായില്ല. അത് തന്നെയാണ് ഇപ്പോൾ നടന്ന ഈ സംഭവങ്ങൾക്കൊക്കെ തന്നെയും ഒരു കാരണമായി ഭവിച്ചത്. ഒരുപക്ഷെ എന്താണ് ഇതിന് പിന്നിൽ നടന്ന മറ്റ് സംഭവങ്ങളൊക്കെ? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈങ്ങാപ്പുഴയിലെ ഈ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട് പ്രധാനമായും MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഈ യാസിർ ഉപയോഗിച്ചിരുന്നു എന്നൊരു പരാതി തന്നെയാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 28-ാം തീയതി ഇവർ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പക്ഷേ പിന്നീട് യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് താമരശ്ശേരിയിൽ ഉമ്മയെ കൊലപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അത് ഈ അടുത്താണ് നടന്നത്. ആ ആഷിക്കും ഈ യാസിറും തമ്മിൽ വലിയ സുഹൃത്തുക്കളാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇവർ പ്രേമിച്ചാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹത്തിന് ശേഷം ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരെ ഈ യുവതി വലിയ രീതിയിൽ എതിർത്തിരുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഈ യുവതി വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പിന്നീട് ഈ യുവാവ് അവിടെ എത്തുകയും തൻ്റെ കൂടെ വരണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് വലിയ രീതിയിലുള്ള ഒരു വഴക്കുണ്ടാവുകയും ചെയ്തു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പ്രതി യാസിർ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് കാറിൽ കടന്നു കളഞ്ഞു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. നമുക്കറിയാം 28-ാം തീയതി പരാതി കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരിയിൽ വെട്ടേറ്റ് മരിച്ച ഉമ്മയുടെ മകൻ ആഷിക്കും ഈ യാസിറും തമ്മിൽ വലിയ രീതിയിൽ സൗഹൃദമുണ്ടായിരുന്നു. കൂടാതെ പല രീതിയിലുള്ള ലഹരി കച്ചവടത്തിലും ഇവർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മോടൊപ്പം തന്നെ ഒരു നാട്ടുകാരൻ ചേരുന്നുണ്ട്. ഈ 28-ാം തീയതി പരാതി നൽകി യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസ് എടുത്തില്ല. പക്ഷെ ആ ഒരു പരാതിയിൽ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞേനെ. തീർച്ചയായിട്ടും. അതായത് പ്രത്യേകിച്ചും സ്റ്റേഷനിൽ SIനെ നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തി ഇവൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, കുട്ടിക്ക് നിരന്തരമായി പീഡനമുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആവശ്യമായ ഇടപെടൽ നടത്തണം. PRNോടും നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു വട്ടം വിളിപ്പിച്ചു. ആ വിളിപ്പിച്ച സമയത്ത് ഒരു കാര്യഗൗരവത്തിൽ പറഞ്ഞില്ല. ഇവൻ്റെ ഡ്രസ്സ് എന്തെങ്കിലും കൊടുത്തിട്ട് റംസാന് ശേഷം നമുക്ക് ഇരുന്ന് തീർക്കാം, ഈ ഒരു സെറ്റ് ഡ്രസ്സാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത്, അതെന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ഡ്രസ്സ് പോലീസ് വിളിച്ചവനോട് ചോദിച്ച വാശിക്കാണ് ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞ ദിവസം ഈ വ്യാഴാഴ്ച ഉണ്ടെന്ന്. ഇത്രയും വലിയൊരു സംഭവമാണ് സ്റ്റേഷനിൽ പരാതിയായി കൊടുക്കുന്നത്. ഇപ്പോൾ നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. എന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു അനാസ്ഥയാണോ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത്? തീർച്ചയായിട്ടും. കാരണം ഈ പോലീസും നാട്ടുകാരും ഒരേപോലെ നിന്നാലേ നാട്ടിലുള്ള ലഹരി പദാർത്ഥമായാലും ലഹളകളായാലും ഇങ്ങനത്തെ അലമ്പുണ്ടാകുന്നതിനൊക്കെ പോലീസും നല്ലോണം ഒന്ന് സഹകരിക്കണം. പോലീസ് എന്തോ ഭയക്കുന്ന രീതിയിലാണ്. നമ്മളിങ്ങനത്തെ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയാൽ ആവശ്യമായ രീതിയിൽ ഇടപെടാം. പ്രത്യേകിച്ച് എല്ലാ പോലീസും അങ്ങനെ പറയുന്നില്ല. താമരശ്ശേരി പോലീസ് SI ഉൾപ്പെടെ അവിടെ PRO ഉൾപ്പെടെ ആ കാര്യത്തിലൊക്കെ വളരെ മോശമായിട്ടാണ്, ഒരു സമയബന്ധിതമായി ഇടപെടുന്നൊരു സ്വഭാവം സ്റ്റേഷൻ്റെ അകത്തില്ല. അതാണ് മെയിനായിട്ട് പറഞ്ഞാൽ. ഇതിനെങ്കിൽ ഈ അപകടം ഒഴിവാകില്ലേ?
തീർച്ചയായും വിഷ്ണു, വലിയ രീതിയിലുള്ള ആരോപണം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, താമരശ്ശേരിയിലെ നിരവധി തവണയായി ഉയർന്നു വന്നിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങൾ നമുക്കറിയാം. ആ വിദ്യാർത്ഥിയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ മരണത്തിലൊക്കെ തന്നെയും വലിയ രീതിയിൽ നാട്ടുകാർ ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ താമരശ്ശേരി ഏരിയ, അതായത് ഈങ്ങോപ്പുഴ എന്നീ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷേ നിസ്സംഗരായി നോക്കി നിൽക്കാൻ മാത്രമേ അധികാരികൾക്ക് കഴിയുന്നുള്ളൂ എന്നൊരു ആരോപണം തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നത്. നേരത്തെ സംസാരിച്ച അബ്ദുൾ റഹ്മാൻ ഈ യുവതിയുടെ, പ്രത്യേകിച്ച് ഇവരുടെ ബന്ധുവും അയൽവക്കക്കാരനും ഒക്കെയാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് ഈ പോലീസുകാർ വേണ്ടത്ര ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിൽ നടപടി സ്വീകരിച്ചില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. 28-ാം തീയതി അവർ പരാതി കൊടുത്തു, പക്ഷേ ആ പരാതിയിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ യുവതിയുടെ ഉമ്മയും ഉപ്പയും ആശുപത്രിയിലുണ്ട്. അവരുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ, അതായത് കേരളത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ലഹരി ആക്രമണം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ സാധിക്കും വിഷ്ണു. ശരി, ദിസ്ന സുരേഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.